ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു തോരനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരനാണ്. പടവലങ്ങ തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തോരൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പടവലങ്ങ തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പടവലങ്ങ തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പടവലങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു മീഡിയം വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അധികം ആവേണ്ട, 3 മതി. പിന്നെ ഒരു 1.25 കപ്പ് തേങ്ങ. ഇതിപ്പോൾ തേങ്ങ കൂടുതലുണ്ട്, നമുക്ക് 1.25 കപ്പ് തേങ്ങ മതി. 2-3 തണ്ട് വേപ്പില. പിന്നെ പൊടികൾ ഇത് ചേർക്കുമ്പോൾ പറയാം ബാക്കി. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പടവലങ്ങയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ തോരൻ റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങ ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, തിന്നായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പടവലങ്ങയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, സവോള എല്ലാം ചേർത്ത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ജീരകം അങ്ങനെ തന്നെ ചേർത്താലും മതി. പക്ഷേ ജീരകം അങ്ങനെ തന്നെ ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പം അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജീരകം പൊടി തന്നെ ചേർത്തോളൂ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് എളുപ്പം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ. ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് തോരനാക്കി എടുക്കാം. നമ്മൾ ചില വെജിറ്റബിൾസ് മാത്രമേ മിക്സ് ചെയ്ത് വെച്ചിട്ട് തോരനാക്കി എടുക്കാറുള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ തോരനാക്കാം. വെള്ളം ചേർക്കരുതെന്ന് മാത്രം. വെള്ളം ചേർത്ത് വേവിക്കരുത്, ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ ഇതിൽ നമുക്ക് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി ചേർക്കുമ്പോൾ കുറേ ഉള്ളി പൊളിച്ചെടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സവോള പറഞ്ഞത്. നിങ്ങൾക്ക് ഉള്ളി ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർക്കുമ്പോൾ സവോളയേക്കാൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മുടെ ജീരകപ്പൊടിയൊക്കെ നന്നായിട്ട് ഈ പടവലങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇത് തോരനാക്കിയെടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോരൻ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ട, ഉടനെ തന്നെ ഉണ്ടാക്കാം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചട്ടി ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളകൊക്കെ ചേർത്താലേ തോരൻ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. വേപ്പില നമ്മൾ നമ്മുടെ തോരൻ്റെ മിക്സിൽ ചേർത്തതുകൊണ്ട് വറ്റൽമുളക് മാത്രം ഇതിൽ ചേർത്താൽ മതി.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടവലങ്ങ കുക്കായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വളരെ ഈസി ആയിട്ടുള്ള തോരനാണ്. അധികം സമയമൊന്നും എടുക്കില്ല. നമ്മൾ ഈ പടവലങ്ങയും സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനിനി ഇതൊന്ന് അടച്ച് വെക്കട്ടെ. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ മേൽഭാഗത്തുള്ള പടവലങ്ങയൊക്കെ അടിഭാഗത്തേക്ക് ആയി വരണമല്ലോ, നല്ലല്ലേ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് കഴിയട്ടെ, നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ അടച്ചു വെച്ച് ഇപ്പോൾ നമ്മുടെ പടവലങ്ങ നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, പടവലങ്ങയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ വെള്ളമൊക്കെ വന്ന് കുക്കായി തുടങ്ങുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളിതുപോലെ ഒരുമിച്ചാക്കി തന്നെ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവി കയറി കിട്ടും. നമ്മുടെ തോരനിപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയി. ഞാനൊരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു പടവലങ്ങ എടുത്തിട്ട് മുറിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ട്. ഇത് കണ്ടോ, കുക്കായി കഴിയുമ്പോഴാണ് ഇതുപോലെ മുറിഞ്ഞ് വരിക. അപ്പോൾ ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, കുഴഞ്ഞു പോവാതെയാണ് കുക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും തോരൻ. എന്താണെന്ന് വെച്ചാൽ ആ കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടുക. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നമ്മൾ ഉള്ളിയാണ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും സവോളയേക്കാൾ. സവോളയാകുമ്പോൾ കുറച്ച് മുളക് പൊടിയും, അതായത് സവോളയാകുമ്പോൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ സവോളയുടെ ആ മധുരം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളകും മുളക് പൊടിയും കൂടുതൽ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ എരിവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ സാധാരണ പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എരിവ് ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ, ചെറിയൊരു ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈസി റെസിപ്പീസ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടല്ലേ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് റെസിപ്പികൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, പടവലങ്ങ തോരൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.